മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പ്രസംഗിച്ച് ഞാനാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആ മോദിജിയുടെ ഗ്യാരണ്ടി അത് ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് ബിജെപിക്ക് അനുകൂല ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു 8ഓളം സ്റ്റേറ്റുകളുടെ ചുമതലക്കാരിയായിട്ട് പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ശോഭ പോയാൽ പോരെ എന്നുള്ള ചിന്ത അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. വികസനം വേണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി പരീക്ഷിച്ചവരാണ്. അവരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ അവരുടെ മുന്നിൽ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് രണ്ട് മുന്നണികളും. അതുകൊണ്ട് ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ നോക്കുന്നത് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ള അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ പോയി പറയാൻ സാധിക്കുന്ന കഴിഞ്ഞ ഒരു 5-8 വർഷത്തോളം അദ്ദേഹത്തിന്റെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു 8ഓളം സ്റ്റേറ്റുകളുടെ ചുമതലക്കാരിയായിട്ട് പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ശോഭ പോയാൽ പോരെ എന്നുള്ള ചിന്ത അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല ആളുകൾ കാണാൻ വരുന്നതും അതുപോലെ തന്നെ പിന്തുണ അറിയിക്കുന്നതും. അപ്പൊ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു. ഇത്തവണ അതല്ല, 10 വർഷത്തെ പരിപൂർണമായിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ പദ്ധതികളുടെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതായിട്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ 19,000 വോട്ടാണ് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. അത് 5 വർഷത്തില് പിറകിലേക്ക് എത്തിയ സമയത്ത് അത് 49,000 മാറി. പിന്നീട് അത് 1,80,000 വോട്ട് കിട്ടി. 4 ഇരട്ടി വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വരുമ്പോൾ ജനങ്ങൾ നോക്കൂലോ. കാരണം ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ, ജയിക്കാൻ സാധ്യതയുണ്ടോ, ഇതവർ നോക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പാലക്കാട് മത്സരിക്കാൻ പോയ സമയത്ത് അവിടെ 60,000 വോട്ടായിരുന്നു. അത് 1,38,650 കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഡബിളായി. പിന്നീട് കഴിഞ്ഞ 5 വർഷം മുമ്പ് ആറ്റിങ്ങലിലാണ് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടത്. അവിടെ 90,000 2.5 ലക്ഷമായി. ഇവിടെയാണെങ്കിൽ തീക്ഷ്ണമായി ബിജെപിയിലേക്ക് 4 ഇരട്ടി വോട്ട് വർദ്ധിച്ച ഒരു പാർലമെന്റ് മണ്ഡലം, കരുത്തരായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു മണ്ഡലം. അവിടെ എന്നെ കൂടി, അതായത് വോട്ട് ഡബിൾ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ കൂടി ഒരുമിച്ച് എന്റെ പ്രവർത്തകരോടൊപ്പം കൈപിടിക്കുമ്പോൾ ഒരു കഠിന പ്രയത്നം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പ്രസംഗിച്ച് ഞാനാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആ മോദിജിയുടെ ഗ്യാരണ്ടി അത് ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് ബിജെപിക്ക് അനുകൂല ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്നത് കിഴക്കിന്റെ വെനീസ് എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആലപ്പുഴയുടെ ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപങ്ങളുണ്ട്. ആ പ്രതാപങ്ങളെ എല്ലാം വീണ്ടെടുക്കണം. ലോകം ചർച്ച ചെയ്യുകയാണ് ആഗോള താപനത്തെ കുറയ്ക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വിമുക്ത ലോകം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലാംശത്തില് അതിന്റെ ഉടമകളായിട്ടുള്ളവര് നമ്മൾ കയർ തൊഴിലാളികളാണ്. അപ്പൊ ഈ കയർ ഉപയോഗിച്ചുകൊണ്ട് അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി സമയം കൊണ്ട് അവർ ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് പോലെ ഇവിടുത്തെ ചകിരിയെ സ്നേഹിക്കുകയും ഇവിടുത്തെ കയറിനെ സ്നേഹിക്കുകയും ഇവിടെ തൊഴിൽ അവസരങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കയർ മേഖല അപ്പാടെ പൂട്ടിപ്പോയിരിക്കുകയാണ്. എത്രയോ കയർ വ്യവസായം അനുബന്ധ വ്യവസായവുമായിട്ട് നീങ്ങിയിരുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് കയർ മേഖല മാറിയിട്ടും ഇന്നും ലോകരാജ്യങ്ങളിലേക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്ന കച്ചവടക്കാർ, ബിസിനസ്സുകാർ അവർ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കയർപ്പായകളും ചവിട്ടികളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളം കെട്ടി നിർത്താൻ ആവശ്യമായിട്ട് മുകളിൽ വിരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ പുതപ്പും പ്രകൃതിയുടെ പുതപ്പും എല്ലാം അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനത്തിന് എന്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിനെ ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവരോട് ചോദിക്കുകയും അതിന് നന്നായി പണിയെടുക്കാനും ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് വിയർക്കാനും അധ്വാനിക്കാനും തയ്യാറാണ് എങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് മോദിജിയെ പേഴ്സണലായിട്ട് അറിയാം. കേന്ദ്രമന്ത്രിമാരുമായിട്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. 18ഓളം വരുന്ന യൂണിയൻ ടെറിട്ടറീസും മുഖ്യമന്ത്രിമാരും ചേർന്ന് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നു.
അദ്ദേഹത്തെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. എന്തിനാണെന്ന് അറിയുമോ? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ഞാനൊരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ MP ആയിട്ട് ശോഭ ചേച്ചിയാണ് വരുന്നതെങ്കിൽ +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന മുഴുവൻ കുട്ടികൾക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് ഇത് എന്റെ പ്രകടന പത്രികയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മമാരോട് ഞാൻ പറയുന്നില്ല, അത് കയർ മേഖലയിലെ അമ്മയ്ക്കും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്കും എല്ലാ ആളുകൾക്കും വീടില്ലാത്തൊരു പ്രശ്നം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞു, ഇച്ഛാശക്തിയുള്ള ഒരു പാർലമെന്റേറിയൻ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ള കേന്ദ്രമന്ത്രിമാരുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ വീടില്ലാത്തവരാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്. അതിന് പദ്ധതിയുണ്ട്, വിഭവമുണ്ട്, പണം മാറ്റിവെക്കാൻ തയ്യാറാണ്. അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്ലസ് അതോടൊപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും വീട് കൊടുക്കാൻ 3 വർഷമാണ് ഞാൻ കാലാവധി ചോദിച്ചിട്ടുള്ളത്. ഈ 3 വർഷം കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്ലസ് എനിക്ക് ആരെയെല്ലാം സമീപിക്കാൻ സാധിക്കുമോ, ആരുടെയെല്ലാം സഹായം വാങ്ങാൻ സാധിക്കുമോ, അത് ഒരു ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളായിരിക്കും അതിന് മുന്നിൽ നിൽക്കുക, ഞാനായിരിക്കില്ല. ഞാൻ അവരുടെ പിറകിൽ നിൽക്കും. അങ്ങനെ എല്ലാവർക്കും വീട് എന്നുള്ള ആ ഒരു സ്വപ്നം അതിനെ വാക്കാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിതാന്തമായ പോരാട്ടം നടത്തിയ ഒരാളാണ് ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഒന്നും അടിച്ചു മാറ്റാൻ വേണ്ടി എവിടെയും പോയിട്ടില്ല. പക്ഷെ കൊല്ലത്ത് എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെട്ടപ്പോൾ 5ഓളം വരുന്ന കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ നേതാക്കന്മാർ, നമ്മുടെ പാർട്ടിക്കാർ പോലുമല്ല, വേറെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെയുണ്ട്. പക്ഷെ അവരുടെ കോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി കിട്ടാൻ സാധിക്കുമോ എന്ന് പൗരപ്രമാണിമാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു 5ഓളം മീറ്റിംഗുകൾ ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ട് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആളുകളോട് പറയുന്നത്, ഞാൻ കൂടുതൽ സമയം പാർലമെന്റിൽ ഇരിക്കുക എന്നതിലുപരിയായിട്ട് അവിടുത്തെ സമയം കഴിഞ്ഞാൽ ബാക്കി സമയം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ വീടിനകത്ത് ചെന്ന് അവരോട് പറഞ്ഞ് ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം, അവിടെ ടൂറിസത്തിന് വലിയൊരു പ്രൊമോഷൻ സാധ്യതയുണ്ട്, ഇതെല്ലാം ചെന്ന് അവരെ അറിയിച്ചുകൊണ്ട് അവരിൽ നിന്ന് സ്നേഹം വാങ്ങി എന്നെ ജയിപ്പിച്ചതാണ് ജനങ്ങൾ, എനിക്ക് അവരോട് തിരിച്ചൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്ന ശോഭ പോയാൽ പോരെ എന്നാണ് ഞാൻ പാർലമെന്റിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ട് എനിക്ക്. കുറെ ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ആളുകൾ എന്ന് പറയുന്നത് അവർ ടെക്നോളജി വൈസ് കഴിവുള്ള കുട്ടികളാണ്. അതോടൊപ്പം ഇന്നും ഇന്നലെയും കഴിഞ്ഞ നാളുകളിലും നമ്മുടെ നാട്ടിലെ ജോലി ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് മേഖലയിൽ ജീവിക്കുന്ന അതിപ്രഗത്ഭന്മാരായിട്ടുള്ള 2 മുന്നണികളും ഭരിക്കുന്ന സമയത്ത് ആ മുന്നണികളോടൊപ്പം മുഖ്യമന്ത്രിമാരെ വരെ ഉപദേശിച്ചിട്ടുള്ള ആളുകളോട് വരെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തിനാണ്, എങ്ങനെയായിരിക്കും നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ വീട് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വിവിധ തലങ്ങളിൽ ഹൈ ലെവൽ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, അവർക്ക് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയിട്ട് അവർ ഒന്നും ചെയ്യാതെ ഇരിക്കാനല്ല അവരുടെ താല്പര്യം, അവർക്കൊരു 10 വർഷം കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം, മാധ്യമ സുഹൃത്തുക്കൾക്കും അഭിപ്രായം പറയാം. അതായത് മാധ്യമ സുഹൃത്തുക്കളും പറയണം, നിങ്ങളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടത് ഇവിടുത്തെ സാധാരണക്കാരാണ്, അതുകൊണ്ട് ഇങ്ങനെയായിരിക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധി മാറേണ്ടത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് വരെ അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഒരു ജനായത്ത പാർലമെന്റേറിയൻ ആയിരിക്കും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ.